അവരവിടെ കൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ വന്നു. അവിടെ ഓടിക്കൂടിയവർക്കൊക്കെ തോന്നി ഇവരെന്ത് കുടിച്ചു, ഇപ്പോൾ വീഞ്ഞ് കുടിച്ചു. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാം? ഏറ്റവും വലിയൊരു തടസ്സം നമ്മുടെ അറിവെന്ന തടസ്സമാണ്. നമ്മളിങ്ങനെ ഒരു ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആകാവും. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ടെമ്പർ മാർക്ക് ഓർഗമാകുന്നതായിരുന്നു. അതുപോലും അന്ന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഇരുന്ന് ആരാധിച്ചവർ എഴുന്നേറ്റ് നിന്നത് പ്രശ്നമായവരുണ്ട്. ഇങ്ങനെ ആകാവും. ഇതെല്ലാം നമ്മൾ എവിടെ കൊണ്ട് വച്ചേക്കുക? ഒന്ന് ബുദ്ധിയിലാണ്. ബുദ്ധിയുടെ കെട്ട്, അറിവിൻ്റെ കെട്ട്, പാരമ്പര്യമായിട്ടുള്ള ചട്ടവട്ടങ്ങളുടെ കെട്ട്, ഏറ്റവും വലിയ കെട്ട. നമുക്ക് കുറച്ച് അറിവുണ്ടെന്ന്, ആ അറിവിൻ്റെ കെട്ടാണ് ഏറ്റവും വലിയ കെട്ട്. ഒരു എംപ്റ്റി സ്ലേറ്റ് പോലെ പുതുവീഞ്ഞേക്കാൻ കർത്താവെ, പഴയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിലോട്ട് ഒഴിച്ചാൽ തുരുത്തി പൊളിഞ്ഞു പോകത്തില്ലേ? എൻ്റെ കർത്താവെ, എൻ്റെ അറിവിനെയല്ല ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പാത്രമാക്കി മാറ്റിയിട്ട് അങ്ങ് പകരെന്ന് പറഞ്ഞ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ നമ്മളിലേക്ക് വെളിപ്പെടാൻ എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? അറിവിൻ്റെ കെട്ടുകളെല്ലാം ഇങ്ങനെ ആകാവുന്നുള്ള ഒരു ചിട്ടവട്ടങ്ങളില്ലേ, ഇങ്ങനെയൊക്കെ ആകാം, ഇതിനപ്പുറത്തേക്കൊക്കെ ആക്കിയാൽ അതെല്ലാം ദുരാത്മാവാണ്. എന്താണ്? പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ മുഴുവൻ എന്താണ്? ആരായി ചിട്ടയിട്ടെ? നമ്മുടെ ചിട്ടകളാണ്. പക്ഷേ ഇവിടെ ഓടിക്കൂടിയവർക്കല്ല, അവർ യഹൂദന്മാർ ഒരു ചിട്ടയുണ്ടായിരുന്നു. എന്തൊരു ചിട്ടവട്ടമുള്ള ആരാധനക്രമം ആരുടേത്? യഹൂദന്മാരുടെ. അതിനകത്ത് ഇവർ നോക്കിയപ്പോൾ എല്ലാ ചിട്ടവട്ടങ്ങളും എല്ലാം പൊട്ടിച്ച് കുറേ പേര് അങ്ങ് ഇരിക്കുകയാണ്. കുറേ പേര് അവിടെ ഇരിക്കുന്നു, കുറേ പേര് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, കുറേ പേര് കരയുന്നു, കുറേ പേര് ചിരിക്കുന്നു, കുറേ പേര് കരയുയർത്തുന്നു, കുറേ പേര് ഓടുന്നു, കുറേ പേര് ചാടുന്നു, കുറേ പേര്. പ്രിയരെ, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ എത്ര പേര് ആത്മാർത്ഥമായി കൊതിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവ്, ഞാൻ ചിട്ടപ്പെടുത്തിയ ക്രമങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ കർത്താവ് എന്നെ നയിക്കണമേ. അങ്ങനെ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ അറിവിൻ്റെ മണ്ഡലം ഉണ്ടല്ലോ, നമ്മുടെ ആ അറിവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ചിട്ടകളുടെ കെട്ടുകളെല്ലാം ഒന്ന് പൊട്ടിച്ച എൻ്റെ കർത്താവ് ഒരു പുത്തൻ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇങ്ങനെ ആകാമെന്ന് പറയാൻ നമ്മളാരാ? ഇങ്ങനെയൊക്കെ ആകാം എന്ന് പറയാൻ നമ്മളാരാ? ഇങ്ങനെയും ആകാമല്ല. അതിൻ്റെ അപ്പുറം ബൈബിളിലില്ലാത്ത ഒന്നും വേണമെന്നല്ല. ഒരിക്കലും ആത്മാവ് കായൂസിലേക്ക് കൊണ്ടുപോകത്തില്ല. ആത്മാവ് വന്നാൽ എല്ലാം നിയന്ത്രിച്ചോടും. പക്ഷേ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ നടക്കാം. എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിച്ച ആത്മാവ് വന്നു. ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ഉണ്ടായ ഇമ്മീഡിയറ്റ് മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിയേ. 14-ാം വാക്യം. പത്രോസ് അവിടെ കൊണ്ടല്ലാതെ അതിനെ നിർത്താനൊക്കത്തില്ല. പത്രോസ് എത്ര പേരുടെ കൂടെ നിന്നു? 11 പേരോടുകൂടെ നിന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇവരെന്ത് പിടിച്ചവരല്ല? ലഹരി പിടിച്ചവർ. അപ്പോൾ അവർക്കെല്ലാം തോന്നി ഇവർക്ക് എന്താണ്? ലഹരി പിടിച്ചിരിക്കുകയാണ്. ലഹരി പിടിച്ചാൽ എങ്ങനെ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലഹരി പിടിച്ചാൽ മത്തനാകും, പാപം ഉണ്ടാകും. പക്ഷേ ഈ പൊതുവീഞ്ഞ് കുടിച്ചാൽ പാപം ഉണ്ടാകുമെന്നല്ല, പാപം ഉപേക്ഷിക്കും. ലഹരി നമ്മളെ പാപത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ ലഹരി ഉണ്ടല്ലോ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം ഈ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ ആ സത്യത്തിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എഫക്റ്റ് 42 മുതലുള്ള വാക്യങ്ങളാണ്. അവർ പത്രോസിൻ്റെ അവർ ഒരുമിച്ച് നിന്നു. അപ്പം പരിശുദ്ധാത്മാവ് വന്നാൽ എന്തുണ്ടാകും? ഒരുമയുണ്ടാകും. ഉറക്കെ പറഞ്ഞേ, ഒരുമയുണ്ടാകും. അകലം ഉണ്ടാകുമോ? ഒരുമയുണ്ടാകും. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവരും അങ്ങ് അകലുന്ന് പോവുകയാണ്. ഭയങ്കര അകലമല്ലേ സമൂഹത്തിലാണെങ്കിലും ഭയങ്കര. പണ്ട് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ല, ഈ മരണവും കല്യാണവും എല്ലാം പിണക്കം തീർക്കുന്നത്. മരണം ഉണ്ടെങ്കിൽ എല്ലാവരും വരും, കല്യാണം ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ വരുന്നു, കുക്ക് ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയ സംഭവമാണ് ചർമ്മവും വിളമ്പും. അതുകൂടി എല്ലാ പിണക്കങ്ങളും എന്തു ചെയ്യും? തീരും. ഇന്ന് അതിനും നമുക്ക് സാധ്യതയില്ല. എല്ലാം ഇവൻ്റാണ്. ഇവൻ്റുകാർ വരും. പെണ്ണെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലും ആരാ? ഇവൻ്റാണ്.
ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പം ഒരു കല്യാണത്തിൽ സത്യത്തിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. സാധാരണ ഈ പെണ്ണിൻ്റെ കൂടൊക്കെ ഇങ്ങനെ നടക്കുന്ന എല്ലാം കസിൻസ് പിള്ളേരായിരിക്കും, ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് തോഴിമാരെ പോലെ വരുന്നത്. പക്ഷേ ഇത് കുറേ എണ്ണം വന്ന് എനിക്ക് കൈയൊക്കെ തന്നു കയറി. അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം കസിൻസ് ആയിരിക്കും. ചോദിച്ചാൽ പറഞ്ഞു ഇതെല്ലാം ഇവൻറ്റിലെ പിള്ളേരാണ്. അവർക്ക് അതുകൊണ്ട് എന്തോ പറ്റുന്ന അറിയാമോ, ഇവർക്കിത് ആരാന്ന് പോലും അറിയത്തില്ല. നമ്മളാരാ, ബന്ധമാരാന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം ഇവൻറ്റിൻ്റെ ലോകമായതുകൊണ്ട് എല്ലാവരും അങ്ങ് അകലുക. ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്, അകലങ്ങൾ അങ്ങ് കൂടി. പണ്ട് നമുക്ക് ഒന്നിച്ചായിരുന്നു യോഗത്തിനൊക്കെ പോകുന്നത്. വരുന്ന വഴിക്ക് എല്ലാവരും കൂടെ നടന്ന് വരും, വിളിച്ചുകൊണ്ട് വരും, യോഗത്തിന് പോകും. തിരിച്ചു പോകുമ്പോൾ പിന്നെ അങ്ങ് നേരെ ഒത്തിരി താമസിച്ച് വീട്ടിൽ ചെല്ലത്തുള്ളൂ. എന്താണെന്നറിയാം, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ ഇടയ്ക്ക് വീട്ടിൽ കയറും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറേ നേരം എന്ത് ചെയ്യും, വർത്താനം പറയും. അത് കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പം ചിന്നമ്മ അങ്ങോട്ട് കയറും, അവിടെ നിന്നുകൊണ്ട് കുറേ നേരം വർത്താനം പറയും. പിന്നെ കുറേ നേരം അങ്ങോട്ട് പോകുമ്പോൾ മറിയാമ്മ കയറും, അവിടെ നിന്നുകൊണ്ട് കുറേ നേരം. ഏറ്റവും അവസാനത്തെ ആൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി സമയമാകും. എന്നാലും ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞേ പോകും. അത് കഴിഞ്ഞ് നമുക്ക് വണ്ടികളായപ്പം 2 വണ്ടികളായിരുന്നു. ഒന്ന് അംബാസഡർ ആണെങ്കിലും വഴി നിൽക്കുന്നതിലെല്ലാം നമുക്ക് കയറ്റാം. ഒന്ന് തിരിഞ്ഞിരുന്നേ മറിഞ്ഞിരുന്നേന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ എണ്ണത്തെ കയറ്റാം. ജീപ്പ് ആണെങ്കിലും ഒത്തിരി പേരെ കയറ്റായിരുന്നു. 30 പേരെ കൊണ്ട് ഞാൻ എൻ്റെ ജീപ്പിൽ പോയിട്ടുണ്ട്. എവിടെയൊക്കെ ഇരുത്തിയെന്ന് എന്നോട് ചോദിക്കരുത്. 30 പേരെ കയറ്റി മേളിൽ വരെ. സൈഡിലൊക്കെ എത്ര പേര് ഞാലൊന്നുമല്ല. ആരോഗ്യമുള്ള പിള്ളേരാണെങ്കിൽ ഡ്രൈവറുടെ സൈഡിൽ ചാലും, ഇങ്ങേ സൈഡിൽ ഞാലും, ബായ്ക്ക് ഞാലും. പിള്ളേർക്കെല്ലാം അകത്ത് കയറുന്നതിനേക്കാളും ഇഷ്ടം എവിടെ നിൽക്കാനാണ്, പുറത്തിങ്ങനെ ഞാൻ നിൽക്കാം. നല്ല രസമാണ് ഇങ്ങനെ ഞാൻ നിൽക്കുന്ന. മേളിലൊക്കെ കയറി പിടിച്ച് ഞാൻ അത് ഗ്രാമങ്ങളൊക്കെയാണ്. അങ്ങനെ ജീപ്പിലൊക്കെ ഞാനൊരു സമയത്ത് ട്രിപ്പടിച്ചാണ് ഈ ആൾക്കാരെ കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു പണിയും ട്രിപ്പടിയാണ്. സ്ഥിരമായിട്ട് ട്രിപ്പടിച്ച ഒരു കുഴപ്പമുണ്ട്, നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് ജീപ്പിൽ പോയാലും നമ്മുടെ പകുതി പുറത്തായിരിക്കും. നമുക്ക് അങ്ങനെ ഇരിക്കാൻ അറിയത്തില്ല, എങ്ങനെ നേരെ ഇരിക്കുക. പക്ഷെ അതെല്ലാം ഇപ്പോഴും ഗ്രാമങ്ങളിലെ കാണത്തുള്ളൂ. ഭയങ്കര സന്തോഷം, എല്ലാവരും കൂടെ കയറി ഇങ്ങനെ പോകുന്നു വരുന്നു. പക്ഷെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ട് സഞ്ജയകാന്തിൻ്റെ കാലത്തൊരു കാറ് വന്നു. ആ കാറിൻ്റെ പേരെന്നാ മാരുതി കാർ വന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം എ സ്മോൾ കാർ ആൻഡ് എ സ്മോൾ. സഞ്ജയകാന്തിയാണ് ഒരു ആശയം കൊണ്ടുവന്നത്. നമുക്കത്ര എത്ര മക്കൾ വേണം, 2 മക്കൾ. ആ 2 മക്കളെ കയറാനും 2 ഭാര്യയ്ക്കും 2 പിള്ളേർക്കും കൂടെ കയറാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു കാറിൻ്റെ പേരാണ് മാരുതി കാർ. സ്മോൾ ഫാമിലി സ്മോൾ കാർ. അപ്പം മാരുതി മേടിക്കാൻ വേണ്ടി എല്ലാവരും എന്തായി, പിള്ളേരുടെ എണ്ണം കുറച്ചു. ഒത്തിരി പിള്ളേരുണ്ട്, മാരുതി പോരായില്ല. മാരുതി ആകുമ്പോൾ 2 2 4 5-8 പേരെ മാരുതി കയറ്റി അത് കട്ടറിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ. മാരുതിയെ കൊണ്ട് കൊച്ചു സുന്ദരിയായിരുന്നു. ആ കൊച്ചു സുന്ദരി ഇങ്ങനെ വെടിക്ക് നടന്നു. ഒരു സമയത്ത് ഏറ്റവും വലിയ ട്രെൻഡായിരുന്നു എന്താ, മാരുതി അല്ലേ. ഏറ്റവും വലിയ സംഭവമല്ലായിരുന്നോ മാരുതി. അപ്പോൾ ഇനി പോട്ടെ അവരെങ്കിലും അങ്ങ് പോകുമല്ലോ എന്ന് വെച്ചാൽ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ചേച്ചിയും ഡ്രൈവിങ് പഠിച്ചു. അപ്പോൾ ചേച്ചി എന്തോ മേടിച്ചു, മാരുതി പഠിച്ചു. അപ്പോൾ സാധാരണ താമസിച്ചിറങ്ങുന്ന ആരാ, ചേച്ചി. ചേട്ടൻ പറഞ്ഞു നീ വരുന്നോ, അച്ചാച്ചൻ പൊക്കോ, ഞാൻ എൻ്റെ കാറേ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ മുമ്പിൽ പോയി, അമ്മമ്മ പുറകെ വന്നു. പപ്പ കൂട്ട് വിളിച്ചു, മോളെ നീ വരുന്നോടി, ഞാൻ എൻ്റെ സ്കൂട്ടിയെ വന്നേക്കാമെന്ന് പറഞ്ഞു. മോൻ വരുന്നോടാ, ഞാൻ എൻ്റെ പൾസറെ വന്നേക്കാം. അങ്ങനെ അച്ചാച്ചൻ അങ്ങോട്ട് പോയി, അമ്മമ്മ ഇങ്ങോട്ട് പോയി, മോള് സ്കൂട്ടിയെ പോയി, മോൻ ബൈക്കേ പോയി. ആരും എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. അതിലും വലിയൊരു അപകടം ഇപ്പോൾ ഉണ്ടായി. ഇനി ഒന്നുമില്ലെങ്കിലും TV കാണുമ്പോൾ എല്ലാവരും മിണ്ടുമായിരുന്നു. കാണാം, ഇപ്പോൾ അതുമില്ല. ഒറ്റ വീട്ടിൽ ഇപ്പം TV കാണുന്നില്ല. TV ഉണ്ടെങ്കിൽ പോലും വാർത്ത എല്ലാവരും എന്നാത്താ കാണുന്നത്, ഫോണിനകത്ത്. പെങ്കൊച്ച് അവിടെ നിന്ന് വർത്താനം പറയും, ചെറുക്കൻ ഇവിടെ നിന്ന് നോക്കും, അപ്പൻ അവിടെ നിന്ന് വാച്ച്, അമ്മ അവിടെ നിന്ന് വാട്സപ്പ് നോക്കും. ആർക്കും എന്തോ ഇല്ല, മിണ്ടാട്ടമില്ല. എല്ലാവരും കൂടെ കഴിക്കാൻ ഹോട്ടലിൽ പോയി, ഒറ്റ ഒരുത്തം മിണ്ടത്തില്ല. എല്ലാവരും എവിടെ ഇരിക്കുക, വാട്സാപ്പിൽ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഹോട്ടലിൽ പോയിരിക്കുന്നു. ഒരു പെണ്ണും ചെറുക്കനും കൂടെ പ്രേമിച്ച് അവിടെ വന്നിരിക്കുന്നു. 3, 4, 5, 6 പെണ്ണ് ആണും ചെറുക്കനും ഇരിക്കുന്നു. എല്ലാം ചെറുപ്പക്കാരെന്ന് വെച്ചോ. നമുക്ക് എങ്ങനെ അറിയാം ഇതിനകത്ത് കെട്ടിയത് ഏതാ പ്രേമിച്ച ഏതാന്ന്? ഈസി ആയിട്ട് അറിയാം. മൊബൈലിൽ നോക്കിയിരിക്കുന്ന എല്ലാം കെട്ടിയത്. ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം പ്രേമിച്ചോ പിന്നെ മിണ്ടാനില്ല, പിന്നെ എല്ലാം എവിടെ ആകും. കല്യാണം കഴിഞ്ഞോ, കല്യാണത്തിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എവിടെ കയറും, വാട്സപ്പിൽ കയറും. ഇതാണ് ലോകം. അടുത്തിരിക്കുന്നവരുടെ മിണ്ടത്തില്ല. ഒരു പെൺകൊച്ചുണ്ട് സങ്കടം പറഞ്ഞാണ്, അവിടെ അപ്പൻ അവളെ ഗ്രീറ്റ് ചെയ്തെന്ന്. അപ്പോൾ അവൾ ചോദിച്ചു, പപ്പ ബർത്ത്ഡേക്ക് എന്നെ ഒന്ന് വിഷ് ചെയ്തോ? നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലും മിണ്ടത്തില്ല. അങ്ങനെ ഒരു ലോകം. വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പിള്ളേർക്ക് ആർക്കും ആരോടും സംസാരിക്കേണ്ട, എല്ലാവരും എന്ത് ചെയ്യത്തുള്ളൂ, ചാറ്റ് ചെയ്യത്തുള്ളൂ. അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്ത് ഹായ് ഡഡാ ഡു ഡി ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആരും മിണ്ടത്തില്ല. എന്നാൽ ഒന്ന് വിളിച്ച് വർത്താനം പറയുമോ? ഇല്ല, ചാറ്റിങ്. എന്താ കൂടുക, അകലാൻ കൂടി. ആർക്കും ഒന്നിച്ചിരിക്കേണ്ട, ഒന്നിച്ചിരുന്നാലും ഓരോ ലോകത്താണ്. പക്ഷേ ഇവിടെ കണ്ടോ,
അപ്പോസ്തലന്മാർ അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ ഈ അകലമെല്ലാം കുറയാൻ തുടങ്ങും. എല്ലാം അപ്പോൾ പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്, അവരെല്ലാവരും അകലങ്ങൾ കുറഞ്ഞ് അടുത്തിരിക്കാൻ തുടങ്ങി. പ്രിയരെ, അകലങ്ങളുടെ ഒരു സമൂഹത്ത് അകലം കുറഞ്ഞ ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ദൈവസഭയായിരിക്കണം. കരമുയർത്തി ദൈവത്തോട് പറഞ്ഞ് അകലം. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഒരമ്മ വീട്ടിൽ പോകുന്ന ആവേശത്തോടെ വേണം എല്ലാവരും ഇവിടെ വരാൻ, വീട്ടിൽ വരാൻ. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ ഇവിടെ ആര് വേണം? അമ്മച്ചിയും അപ്പച്ചനും വേണം. അമ്മച്ചിയും അപ്പച്ചനും, അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ ഓടി വരും. അപ്പം നോക്കണം, അകലം കുറഞ്ഞു, ഉപദേശം കേട്ടു, അപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ചു, പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതെല്ലാം ഉണ്ടായത് എന്തിൻ്റെ ശേഷമാണ്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്തു? ഭയമായി. 44-ാം വാക്യത്തിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവരും എന്ത് ചെയ്തു? പങ്കുവെച്ചു. പോട്ടെ, വിൽക്കണ്ട, ലേറ്റർ ഡെവലപ്മെൻറ്റ് അത് കാണുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ ഒരു ഗുണമുണ്ടാകും. എന്ത് ചെയ്യാൻ തുടങ്ങും? പങ്കുവയ്ക്കാൻ തുടങ്ങും. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പങ്കുവയ്ക്കും. ഏറ്റവും വലിയൊരു ആത്മീയ ലക്ഷണമാണ് എന്ത് ചെയ്യുന്നത്? പങ്കുവയ്ക്കുന്നത്. 3 ട്രെൻഡുകളാണ് ഉള്ളത്. നമ്മൾ ഈ ശമരിയക്കാരൻ്റെ കഥയിലൊക്കെ കാണുന്ന 3 ട്രെൻഡാണ്. ഒന്ന്, കള്ളൻ വന്ന വഴി ഒരുത്തനെ എന്ത് ചെയ്തു? കള്ളന്മാരെന്ത് ചെയ്തു? ആക്രമിച്ചു. കള്ളൻ്റെ ഫിലോസഫി എന്താ? നിൻ്റേതിരിക്കുന്നത് ആരുടെ വേണം? എൻ്റേത് വേണം. നിൻ്റേതല്ല ആരുടേതാ? എൻ്റേതാ. നിൻ്റെ ഇരിക്കുന്ന സാധനം ഞാൻ എൻ്റെ പോക്കറ്റിൽ വരുത്തും. അതാണ് ആരുടെ ഫിലോസഫി? കള്ളൻ്റെ ഫിലോസഫി. അപ്പോഴാണ് അതുവഴി ആര് പോയി? ലേവ്യനും പുരോഹിതനും പോയി. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാം? അതാണ് ഈ മതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അതാണ് പക്ക ഇന്നത്തെ പല ആത്മീയരെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേതൊന്നും നിനക്ക് തരത്തില്ല. ഞാനും എൻ്റെ കുടുംബവും യഹോവ തന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേതൊന്നും ഞാൻ നിനക്ക് തരത്തില്ല. ഞാൻ എൻ്റേതെല്ലാമായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പവന മാത്രം എടുത്ത്. പക്ഷേ എൻ്റേതൊന്നും ആർക്ക് തരത്തില്ല, നിനക്ക് തരത്തില്ല. ചുമ്മാ ഒന്നും വേണ്ട, നിൻ്റേതൊന്നും എനിക്കും വേണ്ട. ഈ ആറ്റിറ്റ്യൂഡാണ് ലേവ്യൻ്റെയും പുരോഹിതൻ്റെയും ആറ്റിറ്റ്യൂഡ്. നല്ല ആറ്റിറ്റ്യൂഡല്ലേ? നിൻ്റെ വല്ല ഞാൻ എടുത്തോ? ഇല്ല. നീ എന്തിനാണ് എന്നോട് ചൂടാകുന്നത്? നിൻ്റെ വല്ല എൻ്റെ ഞാൻ എടുത്തോ? ഇല്ല. പക്ഷേ ഒരു കാര്യം, നിൻ്റേതൊന്നും എനിക്കും വേണ്ട, എൻ്റേതൊന്നും നീ എടുക്കണ്ട. അതല്ല ഇന്നത്തെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അല്ല, എന്തിനാ ഈ പൗരോഹിത്യം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ. ആത്മീയരെന്ന് പറയുന്ന വേർപെട്ട ദൈവമക്കളുടെ ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ് ഇതല്ലേ? അല്ലെന്ന് പറയാമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാനെന്ത് ചെയ്യും? 5 മണിയാകുമ്പം ഗേറ്റ് അടയ്ക്കും. എന്നിട്ടെന്താ ചെയ്യും? പട്ടി അഴിച്ചു വിടും. എന്നിട്ടെന്താ ചെയ്യും? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ആരുമായിട്ട് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പഠിക്കൻ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇറങ്ങാത്ത മനുഷ്യരുണ്ട്. പഠിക്കൻ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇറങ്ങത്തില്ല. അത്രയും സ്തോത്രം പറയാം. എൻ്റെ കുടുംബത്തെ കർത്താവ് പോരിപ്പിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിച്ചു, ദൂതനെ അയച്ച് കാവൽ ചെയ്തെന്ന്. സങ്കടം തോന്നിയിട്ടുണ്ട്. വഴിയെടുത്തിന് ഇടിച്ചു കിടന്നാൽ മിണ്ടത്തില്ല, വണ്ടി വിട്ടു പോവുക. അങ്ങനെ പോവല്ല കേട്ടോ. ഉടനെ പറയും നമ്മൾ കുരുക്കിപ്പെടുമെന്ന്. ഒരു കുരുക്കിനും പെടത്തില്ല. എന്താ വിടുന്നത് പറഞ്ഞു? പെട്ടപ്പാട്ട് ദൈവം അഴിക്കും. ആത്മാർത്ഥതയോട് ചെയ്താൽ ഏത് കുരുക്കിനും ദൈവം അഴിക്കത്തില്ലേ? സ്വത്രം ചെയ്തേ. എന്താ സംശയം? എന്താ ഇവിടെ എല്ലാം നമുക്ക് കാണിക്കാൻ ഒരു മാതൃകയില്ലേ? എന്നിട്ട് നമ്മൾ പറയണം ഞങ്ങൾ ദൈവമക്കളാണെന്നുള്ള ഐഡൻറ്റിറ്റി എങ്ങനെയെങ്കിലും റിവീൽ ചെയ്തിട്ട് പോരണം. അത് മതിയെന്നേ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ 3ാമതൊരാൾ വന്നു, നല്ല ശമരിയാക്കാരൻ. അവരവനെ എടുത്തുകൊണ്ട് പോയി മുറിവ് വെട്ടിയിട്ട് ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, അധികം വെല്ലം ചിലവിട്ടാൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തോളാം? തന്നോളാം. എന്താ അതിനർത്ഥം? എൻ്റേത് നിനക്കൂടാ. 3 ട്രെൻഡുകളാണ്. ഒന്ന്, നിൻ്റേത് ഞാൻ എടുക്കും, നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ വരുത്തും. അതാണ് ശരിക്കും ബിസിനസ്. നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ വരുന്നതിൻ്റെ പേരെന്താണ്? ബിസിനസ്. അതല്ലേ ബിസിനസ്? ബിസിനസ്സിൻ്റെ അർത്ഥം എന്നാ? അതാണ് ബിസിനസ്. അതാണ് ഒരു പരിധി വരെ പൊളിറ്റിക്സും എല്ലാം ഇതൊക്കെ തന്നെയാണ്. നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഒരു പരിധി വരെ ആത്മീയതയുടെയും മറവിൽ ഇത് നടക്കുന്നത് എന്താ? നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പോക്കറ്റ് വരുത്തും. പക്ഷേ അടുത്തതാണ് നിൻ്റെതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ഒന്നും ഞാൻ നിനക്ക് തരത്തില്ല. പക്ഷേ 3ാമതൊരു ആറ്റിറ്റ്യൂഡുണ്ട്. എൻ്റേത് എനിക്ക് ദൈവം തന്നത് എനിക്ക് വേണ്ടിയാണ്, പക്ഷേ അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടെ. പങ്കുവയ്ക്കുക.
അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? പങ്കുവയ്ക്കാൻ തുടങ്ങി. പറഞ്ഞേ, എന്ത് ചെയ്തു? പങ്കുവെച്ചു. നമ്മൾ ചിലപ്പോൾ ഇച്ചിരി പൈസ പങ്കുവയ്ക്കും. പക്ഷെ പൈസ പങ്കുവെക്കാൻ ഇച്ചിരി മനസ്സുള്ളവർക്കും ഞാൻ കണ്ട ബുദ്ധിമുട്ടുണ്ട്. സമയം കൊടുക്കാൻ ഒക്കത്തില്ല. അവർക്ക് ശക്കലം പോലും എന്തോ ഇല്ല, സമയം കൊടുക്കത്തില്ല. സമയം പങ്കുവയ്ക്കണം, ആരോഗ്യം പങ്കുവയ്ക്കാനുള്ളതാണ്. നമുക്ക് ദൈവം തന്ന സകലതും പങ്കുവയ്ക്കാനുള്ളത്. പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. ഈ ആത്മീയത എന്തുകൊണ്ട് വന്നെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പങ്കുവയ്ക്കാത്ത സ്വാർത്ഥനും പങ്കുവയ്ക്കാൻ തുടങ്ങി. അവർ സകലതും എന്ത് ചെയ്തു? വിറ്റു. അത്രയും ഒരു ലെവലിലോട്ട് ഇന്ന് പോകാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ഫസ്റ്റ് സെഞ്ച്വറി കഴിഞ്ഞ് കാണുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയത നമുക്ക് പുലർത്താൻ കഴിയും. എത്ര പേര് ആ ഒരു ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു? 3 ട്രെൻഡുകളാണ്, 3 രീതികളാണ്. ഒന്ന്, നിൻ്റേത് എൻ്റേത്. അത് നമുക്കില്ലല്ലോ, നമ്മൾ മാന്യരാണ്. പക്ഷെ നമുക്ക് വേറൊരു ട്രെൻഡിൽ കൊണ്ട് നടക്കരുത്. എൻ്റേതൊന്നും നിനക്കില്ല, നിൻ്റേതൊന്നും എനിക്കും വേണ്ട. അങ്ങനെയല്ല, എനിക്ക് ഉള്ളത് നിനക്കൂടെ കൂടെയാണ് കർത്താവ് തന്നത്. ഇങ്ങനെ കരുതുന്ന ഒരു സഭയാണ് യഥാർത്ഥ സഭ. കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയത പരിശുദ്ധാത്മാവ് എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവ് എനിക്ക് അന്ന് ശക്തിയോടെ വന്നു. എന്നെ ഓർഡർ തെറ്റിച്ച് ആരാധിപ്പിച്ചു. ഓർഡർ തെറ്റി ഞാൻ ആത്മാവിൽ അന്യഭാഷയെ സ്തുതിച്ചു. പക്ഷേ അതിൻ്റെ എഫക്റ്റ് തീരുന്നത് എൻ്റെ അകലങ്ങളെല്ലാം കുറഞ്ഞു വന്നു. അകലങ്ങൾ കുറഞ്ഞ ഇന്നെല്ലാവരുടെയും പേടി എന്താണെന്നറിയാമോ? ആളെണ്ണം കൂടുമ്പം ബന്ധങ്ങൾ കുറയും. പക്ഷെ ഞാൻ പറയും, ആളെണ്ണം കൂടിയാലും ബന്ധം കുറയാതെ പരിശുദ്ധാത്മാവ് സൂക്ഷിക്കും. പരിശുദ്ധാത്മാവിന് ഇതെല്ലാം കഴിയും. വിശ്വസിച്ച് ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്താൽ മതി. എത്ര ആളുണ്ടെങ്കിലും അകലങ്ങളില്ലാതെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അകലങ്ങളില്ലാതെ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മ പ്രവൃത്തി എൻ്റെ സഭയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. 2, കർത്താവെ, ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക, കർത്താവെ, പങ്കുവെക്കാനുള്ള, നമുക്ക് പങ്കുവെക്കാൻ ഭയങ്കര മടിയാണ്. നമ്മുടെ പിള്ളേർക്കൊരു മുട്ടായി കിട്ടുന്നു. ആ മുട്ടായി അവൻ കയറി എടുക്കുന്നു. അപ്പോൾ മറ്റേത് കയറി മുട്ടായിക്ക് പിടിച്ചു. അപ്പോൾ അതുകൂടെ കയറി ഇത് പിടിച്ചു. അവസാനം ഇവർ രണ്ടും കൂടെ അടിച്ചു. അന്ന് അമ്മ ഇടപെടും. അമ്മയൊരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുട്ടായുടെ പേര് അടിച്ചാൽ നിൻ്റെ 2ൻ്റെ മുട്ടായി എടുത്ത് ഞാൻ ഒറ്റ ഏറിയാൻ വെച്ച് കൊടുക്കും. അത്തരം പറയുന്നു, ഞങ്ങൾ മുറിച്ചെടുത്തോളാം. ഒരു മുട്ടായി പോലും നമുക്ക് പങ്കുവയ്ക്കാൻ പാടില്ലേ? പിള്ളേരെ കൊണ്ട് ഒരു അടിയും പിടിയും ഇല്ലാതെ ഒരു മുട്ടായി പോലും പങ്കുവയ്ക്കുമോ? ഇല്ല. കാരണം ബേസിക്കായിട്ട് മനുഷ്യന് പങ്കുവയ്ക്കാൻ പാടാം. എന്നാലും ശിശുക്കളാണ് പങ്കുവയ്ക്കുന്നത്. കർത്താവെ, പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയതയിൽ എന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചു. എനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ളതാണ്. അതാണ് ശരിക്കും ദൈവവചനം. എനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ കരം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയത പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റാണ്. അവർ എല്ലാം പങ്കുവെച്ചു. ആവശ്യം പോലെ എന്ത് ചെയ്തു? പങ്കുവെച്ചു. അത് അടിവരയുടെ തന്നെ ഷെയറിങ് ആറ്റിറ്റ്യൂഡ്. അത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ചതാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഓർഡർ തെറ്റി. എന്തിൻ്റെ ഓർഡർ? അവിടെ സ്റ്റൈലെല്ലാം അങ്ങോട്ടഞ്ഞു. പക്ഷേ ഒരു വലിയ ഓർഡർ ഉണ്ടായി. എന്ത് ഓർഡറാ? അവിടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഓർഡർ അങ്ങ് മാറി. എൻ്റേതെല്ലാം എൻ്റേതാണെന്നുള്ള ചിന്ത മാറിയിട്ട് എൻ്റേതെല്ലാം നിനക്ക് വേണ്ടി കൂടെ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചതാണെന്നുള്ള ആ പങ്കുവെക്കലിൻ്റെ ആത്മീയതയിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. കർത്താവെ, എൻ്റെ ഒരു ക്രമം ഉണ്ടായിരുന്നു. എൻ്റെ ക്രമത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾക്കെല്ലാം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? ആരുടേതും ഒന്നും എൻ്റെ ഇല്ല കർത്താവ്. എൻ്റെ കൈ ശുദ്ധവും നിർമ്മലവുമാണ്. ഒരുത്തൻ്റെയും ഒന്നും ഞാൻ പിടിച്ചു വാങ്ങിയിട്ടില്ല. എനിക്ക് പ്രാഗൽഭ്യം എന്നൊന്നും പറഞ്ഞ് ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ ഇരിക്കരുത്. ഒന്നിൻ്റെയും ഒരുത്തൻ്റെയും എൻ്റേതില്ല. എൻ്റെ കയ്യിൽ ആരുടെയും കണ്ണീര് വീണിട്ടില്ല. ഗ്ലോറി ഹല്ലേലൂയ. അല്ല പ്രിയരേ, നിൻ്റേത് അവൻ്റെ കൂടെ, നിൻ്റേത് അവൻ്റെ കൂടെ. നിനക്കുള്ളതല്ല അവന് കൊടുക്ക തന്നതല്ല. എക്സസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ എല്ലാം തികഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പങ്കുവയ്ക്കാനോ പോകും? ഇല്ല. പക്ഷെ മനസ്സുണ്ട് എന്ത് ചെയ്യാം? പങ്കുവയ്ക്കാം. പങ്കുവയ്ക്കാൻ തയ്യാറാണ്. പാടാണ്, എളുപ്പമല്ല കേട്ടോ. പക്ഷെ പങ്കുവെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഈ നമുക്ക് കിട്ടുമ്പം പ്ലഷറാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ് കുറച്ചുകൂടെ ക്ലിയർ ആകും. നമുക്കൊരാൾ ഒരു സാധനം കിട്ടി, അപ്പം നമുക്ക് എന്തോ ഉണ്ടായി? പ്ലഷറുണ്ടായി. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്ലഷറാണോ ജോയിയാണോ? ജോയിയാണ്. മനസ്സിലാകുന്നുണ്ട്? മറ്റൊരു സുഖമാണ്, മറ്റേതോ സന്തോഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഒരു ദിവസമുണ്ട്. എന്തോ ഒരു സന്തോഷമായിരുന്നറിയാം. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, സന്തോഷം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കയറി. അങ്ങ് ബംഗാളികളും ഇവരും. എൻ്റെ പൊന്നെ, ഒറ്റ ഒരെണ്ണത്തിൻ്റെ കൈ സാരി ഇല്ല, ചുരിദാറില്ല, പുതപ്പും ഇല്ല. വീട്ടിൽ ഇരുന്ന് എല്ലാം എടുത്തു കൊടുത്തു.
ഓരോ തമിഴത്തിമാർ, തമിഴ് അക്കമാർ, അമ്മമാരും അണ്ണന്മാരും എന്നോ സ്നേഹമായിരുന്നറിയാം. ഇപ്പോഴും അവർ ഞാൻ കരിയൊക്കെ കൊണ്ടുത്തരും തമിഴ്നാട്ടിൽ പോയിട്ട് വരും, പൊന്നേരിയൊക്കെ. എന്നെ സ്നേഹം സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എന്തൊരു സന്തോഷമായിരുന്നറിയാം. വീട് നിറച്ച ആൾ, അവിടെ ആൾ, ഇവിടെ ആൾ, എല്ലായിടത്തും ആൾ. പക്ഷേ എന്തോ ഒരു സന്തോഷം അത് തരുന്നത് ജോയിയാണ്. കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. കൂട്ടി വെച്ചവർക്കൊന്നും ഒരു സന്തോഷമില്ല. അവസാനം പോകുമ്പം കൊണ്ടുപോകത്തില്ല, നരകിച്ച് ചാകുകയും ചെയ്യും. കാരണം ഇത് വിട്ടുകൊടുക്കാൻ ഭയങ്കര. എന്നിട്ട് ഏറ്റവും വലിയ എന്താണെന്ന് അറിയോ, അമ്മച്ചിയുടെ ഏറ്റവും വലിയ, ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവൾ അനുഭവിക്കും, ആ വന്നു കയറിയ പെണ്ണേ. അതെനിക്ക് ഏറ്റവും വലിയ സങ്കടം. പങ്ക് വെച്ചാലുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ഈ വണ്ടിയിലൊക്കെ അന്ന് പറഞ്ഞാൽ പോലും ഉണ്ട്, ചിലരുണ്ട് ഗ്ലാസ് കയറ്റിയിട്ട് ആരും കേട്ടത്തില്ല. എന്നാ കാര്യം എന്നറിയാം, ഇത് ഈ വലിയ വണ്ടിയിലൊന്നും കയറാത്തവരൊക്കെ നമ്മുടെ കാറിലൊക്കെ കയറിയ ഡോറൊക്കെ പട്ടോന്ന് അടയ്ക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു ഇടി വീഴും. ഈ ഡോറൊക്കെ പട്ടോന്ന് അടച്ച് പോയാൽ അടുത്ത വണ്ടി വരും. ഇല്ലെങ്കിലും 15 വർഷം കഴിയുമ്പോൾ 50,000 കിലോമീറ്റർ വഴി അത് വിൽക്കും. 10 പേര് കയറി ഇരിക്കട്ടെ, 10 പേര് കയറി ഇരിക്കട്ടെ. കണ്ണ് നനഞ്ഞ് പോയൊരു സംഭവമുണ്ട്. ഒരു വലിയ കാറ്, അതിൽ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരാളെ കൊണ്ട്, കോളനിയിലുള്ള ഒരു അമ്മച്ചിയെ കൊണ്ടുപോയിട്ട്, അമ്മച്ചി എന്തെന്നറിയാമോ, ആ സീറ്റേ കൂടെ ചവിട്ടി അങ്ങ് കയറി. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സന്തോഷം തോന്നിയത്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ. എൻ്റെ പൊന്നു പ്രിയരെ, പങ്കുവയ്ക്കാൻ ഇഷ്ടമാണോ? പങ്കുവയ്ക്കണ്ടേ? പങ്കുവയ്ക്കാൻ പ്രാർത്ഥിച്ച്. പങ്കുവയ്ക്കാനാണെങ്കിൽ നമുക്ക് ദൈവം ഒത്തിരി അവസരങ്ങളെ തരും, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ട് അവസരം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഉടനെ സൊമാലിയിലൊന്നും പോകണ്ട, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ തമ്പുരാൻ ഓരോന്നും പങ്കുവയ്ക്കാൻ ഒരവസരം തരും. ഞാൻ കൃപയാൽ ഒത്തിരി യാത്ര പോകുന്ന ഒരാളാണ്. ഈ അടുത്തിടെയായിട്ടൊക്കെ യാത്ര പോകുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ, ഞാൻ പെട്ടി കൊണ്ടൊക്കെ പോകുന്നു, പെട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തിരിച്ച് വരുമ്പോൾ പെട്ടി നിറച്ച് സാധനം കാണും. എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്. ഞാൻ വരുന്നത് നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സന്തോഷം കൊണ്ട് പറയുകയാണേ, എൻ്റെ ഒരു ഒറ്റ ലക്ഷ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഈ വരുന്നവർക്ക് ഈ ഞങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടും. ഈ സ്പ്രേയും അത് ഇതെല്ലാം ഞങ്ങൾ ആരോരുത്തർ കൊണ്ടുത്തരും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഭാര്യയെ പാത്ത് വെച്ചേക്കും. എന്തിനാണെന്നറിയാവോ, അച്ചാച്ചൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഇത് തികയത്തില്ല ഈ കൊണ്ടുവരുന്നു കൊടുക്കാൻ. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് കിട്ടിയത് മുഴുവൻ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നാലും ഭയങ്കര സന്തോഷമാണ്. അതങ്ങോട്ട് പെട്ടി തീർത്തിട്ട് കിടക്കാൻ എന്തൊരു സുഖമാണെന്നറിയാം. ഇല്ല നമുക്കൊരു സ്വർക്കം വരത്തില്ല. ഇത് തീർന്നില്ലെങ്കിലും 2 ദിവസം കഴിയുമ്പം ഈ ഇതാണ്, പിന്നെ വേലക്കാരിയും കൊണ്ടൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കും. എന്നാൽ അവൾക്ക് ഒരെണ്ണം കൊടുക്കത്തില്ല. എന്നിട്ട് അതെടുത്ത് പാത്ത് വെക്കും, കുറച്ച് കഴിയുമ്പോൾ പൂത്ത് കളയും. ആ സമയം ആ 2 എണ്ണം ആ വേലക്കാരത്തിൽ പോകുമ്പോൾ വീട്ടിൽ കൊണ്ടിട്ട് അവിടെ പിള്ളേർ എന്തോ ഒരു സന്തോഷമായിട്ട് കട്ട്ലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് പൂത്ത് കളയരുത്. എന്തോ ചെയ്യണം? പങ്കുവയ്ക്കണം. പറഞ്ഞേ, കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, ആ പാക്കല്ല. പറഞ്ഞേ, പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കാൻ ഇഷ്ടമാണോ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തോ ചെയ്യാൻ തുടങ്ങി? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഏറ്റവും ഉണ്ടാകുന്നത് എന്താ? ഗ്രാബിങ് നേച്ചർ മാറിയിട്ട് ഷെയറിങ് നേച്ചർ ഉണ്ടാകും. മറ്റേതെല്ലാം എനിക്കിങ്ങനെ മേടിക്കണം. ഒരു ചുരിദാറുണ്ട്, അയ്യോ എൻ്റെ പൊന്നെ, വെള്ളപ്പൊക്കത്തിലൊക്കെ ഓരോരുത്തരുടെ പോയത് 50 ചുരിദാർ 100 ചുരിദാറൊക്കെയാണ്. അതും ഈ സിൽക്കൊക്കെ അങ്ങോട്ട് പോയത് എന്നോ വിലയാണ്. കഷ്ടം തോന്നും. അങ്ങോട്ട് പങ്കുവെച്ചാലോ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. നിങ്ങൾക്ക് പങ്കുവെക്കുന്നതിൻ്റെ ജോയി എന്ന് പറയുന്നത്, ഞാനെല്ലാം തികഞ്ഞിട്ടൊന്നും പങ്കുവെച്ചൊന്ന് നിൽക്കുന്ന അങ്ങ് ആത്മീയനാണെന്ന് കരുതരുതേ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പങ്കുവെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ആ പങ്കുവെച്ചതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടിയിട്ടുള്ളവരൊന്ന് സ്വത്രം ചെയ്തേ. ഭയങ്കര സന്തോഷമാണ് അത്. എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. കർത്താവേ, അതിൻ്റെ പോക്കറ്റിൽ നിന്നെല്ലാം പങ്കുവെച്ച് പോയാലും നമുക്കൊരു ദുഃഖം തോന്നത്തില്ല, ഭയങ്കര സന്തോഷമായിരിക്കും. കർത്താവേ, ആ റിയൽ ജോയ് കൊണ്ട് പങ്കുവെക്കുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക്, പങ്കുവെക്കുന്ന സ്പിരിച്വാലിറ്റി, ഗ്രാബിങ് അല്ല, ഷെയറിങ്. ഗ്രാബിങ് ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഫിലോസഫി. എത്ര കിട്ടിയാലും പിന്നെയും ഗ്രാബ് ചെയ്ത് വെക്കും. എത്ര ഷർട്ട് കിട്ടിയാലും തികയത്തില്ല, എത്ര മുണ്ട് കിട്ടിയാലും തികയത്തില്ല, പക്ഷെ ഒന്നും കൊടുക്കത്തില്ല. ചിലയിടത്തൊക്കെ കയറി ചെല്ലുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. ഷൂവിൻ്റെ എണ്ണിയ ഒരു 4 ലക്ഷം രൂപയുടെ ഷൂസ് ഇങ്ങനെ ഇരിക്കും. ഷൂവിൻ്റെ എല്ലാം കൂടെ വില കൂട്ടിക്കുക, എത്ര ലക്ഷം രൂപയുടെ ഷൂ കാണും. പങ്കുവെച്ചാൽ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ, അത് ഈ ഷൂ മേടിച്ചാൽ കിട്ടുന്ന സുഖം
ഇല്ല. ആ റിയൽ ജോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്. ഒരുമനപ്പെട്ടു. എന്ത് കുറഞ്ഞു? അകലം കുറഞ്ഞു. അകലം കുറയാൻ പ്രാർത്ഥിച്ച്. വീട്ടിലകലം, പിള്ളേരും അപ്പനും തമ്മിലില്ല. അതിനെ നമ്മളൊന്ന് വിളിക്കും ജനറേഷൻ ഗ്യാപ്പ്. പരിശുദ്ധാത്മാ വരുമ്പം നിങ്ങളുടെ വീട്ടിലെ, എൻ്റെ വീട്ടിലെ എല്ലാം ജനറേഷൻ ഗ്യാപ്പ് എല്ലാം കുറയും. പിള്ളേർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാവും. പരിശുദ്ധാത്മാ വന്നാൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാ വന്നാൽ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. തലമുറകൾ തമ്മിലുള്ള വെട്ടവും നികത്തുന്നു പോലും പരിശുദ്ധാത്മാവാ. സിബ്ലിംഗ് റിവൽറിയൽ മാറാൻ തുടങ്ങും. എല്ലാ അകലങ്ങളും കുറയ്ക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ്റെ ഇടയിലെ അകലങ്ങളെല്ലാം കുറയ്ക്കണമേ. ദൈവസഭയ്ക്കകത്തെ അകലങ്ങളെ കുറയ്ക്കണമേ. ഒരുമനപ്പെട്ട ഒറ്റ ചങ്ങലെ നിൽക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം വ്യാപരിക്കാൻ പ്രാർത്ഥിച്ചേ. അത് മാത്രമല്ല കർത്താവേ, ഒരാൾക്ക് ബുദ്ധിമുട്ടാണെന്നറിഞ്ഞാൽ ഷെയർ ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഷെയർ ചെയ്യണം. ഇതിനകത്തൊന്നല്ല. ഇനി ഷെയർ ചെയ്യാൻ പറഞ്ഞു, അത് ഷെയർ ചെയ്യല്ലേ. അതൊരൊറ്റ കേക്കാണ്. ആ കേക്ക് എവിടെ ഷെയർ ചെയ്യണം? ആലയത്തിൽ നിന്ന് അവർ ഷെയർ ചെയ്തോളൂ, അത് അവരുടെ ജോലി. പക്ഷേ അല്ലാതെ എല്ലാം പങ്കുവയ്ക്കുവാൻ കർത്താവ് വിളിച്ചേക്കുക. കർത്താവ് ഞാൻ മരിക്കുമ്പോൾ ഒത്തിരി കൂട്ടി വെച്ചിട്ട് പോകാനല്ല, ഒത്തിരി ഷെയർ ചെയ്ത് പോകുന്ന ഒരു സന്തോഷം അനുഭവിക്കണേ. ഒത്തിരി കൂട്ടി വെച്ചിട്ട് മരിക്കുമ്പോൾ എന്തോ ചെയ്യാനാണ്? പക്ഷെ ഒത്തിരി ഷെയർ ചെയ്ത കിട്ടിയ ജോയിലേക്ക് പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് വലിച്ചുകൊണ്ട് പോകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഒരു ഗുണമുണ്ടാകും പ്രിയരെ. ഷെയർ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെയും നിങ്ങൾക്ക് കിട്ടി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ അനുഗ്രഹം എന്നാണെന്നറിയാമോ? പിന്നെയും വരുമ്പം കൂടുതൽ എന്തോ ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് കൂടത്തില്ല, പക്ഷെ ഷെയർ ചെയ്യുന്നതിൻ്റെ എന്ത് കൂടും? ആൾ കൂടും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉറപ്പായിട്ട് നടക്കും. എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. നന്മയൊന്നും മുടക്കത്തില്ല. വിശ്വാസമുണ്ടോ? ഒന്നും മുടക്കത്തില്ല. മുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാം നടന്നല്ലോ. എന്നാൽ പങ്കുവെച്ചേ, സന്തോഷം അനുഭവിച്ചേ. എല്ലാം പങ്കുവയ്ക്കുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക്, റിയൽ ആൻഡ് ട്രൂ സ്പിരിച്വാലിറ്റി. ഗ്രാബിംഗ് സ്പിരിച്വാലിറ്റി അല്ല, ഷെയറിംഗ് സ്പിരിച്വാലിറ്റിയിലേക്ക്. കർത്താവെ ഞങ്ങളെ നയിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ ഞാൻ എൻ്റെ ആ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ പുതുവീഞ്ഞ് കുടിഞ്ഞ അനുഭവത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് സഹോദരി, ഒറ്റ കാര്യം കൊണ്ടാണ്. എൻ്റെ അകത്തൊരു കെട്ടിരിപ്പുണ്ട്, നിങ്ങളുടെ അകത്തെ കെട്ടുണ്ട്. എന്നാണെന്നറിയാമോ? ഞാൻ ഇന്ന വീട്ടിലെയാണ്, ഞാൻ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. പിന്നെ അവരൊക്കെ അങ്ങനെ ചുമ്മാ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാനാരാ? ഞാൻ ഇന്നിടത്തെയല്ലേ. ആ കെട്ടങ്ങ് പൊട്ടണം. രണ്ട്, എനിക്ക് ഒത്തിരി വിദ്യാഭ്യാസമൊക്കെ ഇല്ലേ, വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് അങ്ങനെയൊന്നും ആരാധിക്കാൻ പാടില്ല. ആ കെട്ടങ്ങ് പൊട്ടണം. രണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആകാവുന്ന പാരമ്പര്യം ചിട്ടപ്പെടുത്തിയ കെട്ടുകളൊക്കെ കൊണ്ട് പൊട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിനകത്തെല്ലാം കൊണ്ടുവന്നിട്ട് ഭയങ്കര ഷെയറിങ് കമ്മ്യൂണിറ്റി. അവരുടെ ഇടയിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അവരെൻ്റെ കണ്ണീരൊപ്പുന്ന, അവരെൻ്റെ വിശപ്പടക്കുന്ന, അവരെൻ്റെ വയറ് വന്നാൽ അത് എൻ്റെ കൂടെ വയറിൻ്റെ നൊമ്പരമായി മാറുന്ന ഷെയറിങ് സ്പിരിച്വാലിറ്റിയിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ. കർത്താവെ, അതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ സകല ആറ്റിറ്റ്യൂഡുകളെയും സകല മുൻവിധികളെയും ഇന്ന് പകലെ ആത്മാവ് പൊട്ടിച്ച് ആ കെട്ടുകൾക്കകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടിടണമെന്ന് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. എല്ലാവരും അല്പസമയം, കർത്താവേ എൻ്റെ ബുദ്ധിയുടെ കെട്ടുകൾക്കകത്തുനിന്ന്, എൻ്റേതെന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ കെട്ടുകൾക്കകത്തുനിന്നല്ല എന്നെ പുറത്തു കൊണ്ടിരണേ. കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ആത്മാവിൽ സ്തുതിച്ച് എല്ലാ ബുദ്ധിയുടെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ഗ്രാബിംഗ് നേച്ചേഴ്സും യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. എല്ലാ സ്വാർത്ഥതയുടെ ദുഷ്ടതകളും യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എൻ്റെ ലോകം പൊളിയട്ടെ. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെന്നുള്ള എൻ്റെ കൊച്ചു ലോകം വലിയ ലോകമായി മാറണേ കർത്താവേ. അങ്ങനെ എൻ്റെ കൊച്ചു കുടുംബം വലിയ കുടുംബമാകട്ടെ. അതിനകത്ത് ഒത്തിരി പേർക്ക് ഇടവുണ്ടാകട്ടെ, ഒത്തിരി പേർക്ക് മനസ്സിൽ സ്ഥാനം ഉണ്ടാകട്ടെ. അങ്ങനെ വലിയൊരു കൊല്ലിയ കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ കർത്താവേ. അതിനെന്റെ മനസ്സിലൊരു വിശാലത തരണമേ.
സ്വോത്രം, സ്വോത്രം, സ്വോത്രം. മനസ്സ് വിശാലപ്പെട്ട നിങ്ങളുടെ ആത്മീയത വിശാലപ്പെടും. മനസ്സ് വിശാലപ്പെട്ട നിങ്ങളുടെ സ്പിരിച്വാലിറ്റി വിശാലപ്പെടും. മനസ്സ് വിശാലപ്പെട്ട നിങ്ങളുടെ സാമ്പത്തികം വിശാലപ്പെടും. ആറ്റിറ്റ്യൂഡ് മാറിയ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. സ്വോത്രം, 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 സ്വോത്രം. കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്. ശകന ദിഗ രഗതന ഹംതനെ റിബനെ ശകനെ റിഗലെ ഹംതനെ റിഗജെ റംദന ഹംതന ഉടയ മനയ ശകനെ റിഗ ലഗതന ഹർക്കനെ ദിബനെ ശംധന. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ എല്ലാ ഐഡിയാസിനെ പൊട്ടിക്കണമേ. ഞങ്ങളുടെ അകത്തിരിക്കുന്ന സകല ചിന്തകളെ പൊട്ടിക്കണേ കർത്താവേ. ഞങ്ങളുടെ അകത്തിരിക്കുന്ന പാരമ്പര്യ കെട്ടുകളെ പൊട്ടിക്കണേ കർത്താവേ. ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റണേ. ഗ്രാബിംഗ് ആറ്റിറ്റ്യൂഡ് മാറണേ. ഷെയറിംഗ് നേച്ചർ തരണേ. പരിശുദ്ധാത്മാവോട് അത് മാത്രം പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച കർത്താവേ, ആ ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി ഞങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചേ. ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റണേ. മുട്ടുള്ളവനെ ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി ഞങ്ങളെ മാറ്റണേ. ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റണേ. ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റണേ കർത്താവേ. ചർച്ചകളെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ആദ്യ നൂറ്റാണ്ടിലേക്ക് മടങ്ങി വരട്ടെ. അകലങ്ങളില്ലാത്ത സഭകൾ, ഒരുമനപ്പെടുന്ന സഭ, ദിനംപ്രതി പ്രാർത്ഥിക്കുന്ന സഭ, ദിനംപ്രതി കൂടി വരുന്ന സഭ. ഞായറാഴ്ച യോഗങ്ങൾ എല്ലാ ദിവസങ്ങളായി മാറട്ടെ. ഞായറാഴ്ച മാത്രമുള്ള പതിവ് ചടങ്ങുകളുടെ ബന്ധനങ്ങൾ പൊട്ടിയിട്ട് അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാ ദിവസവും കൂട്ടായ്മകളായി. സ്വോത്രം, 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 സ്വോത്രം. അക്കദാര ഭൗഷ ബാല ഹംത രഗജ രബന ഹദന റിഗന രബന ഹത്ത രഗജ ശഗനെ. ഓ സ്വോത്രം, 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 സ്വോത്രം. 46-ാം വാക്യം, അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അപ്പൊ ആത്മാവ് അങ്ങോട്ട്, പരിശുദ്ധാത്മാവിന്റെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വന്ന ഈ ഞായറാഴ്ച യോഗമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് എല്ലാ ദിവസവും കൂട്ടായ്മകൾ നടക്കാൻ തുടങ്ങും. 365 ദിവസങ്ങളിലേക്ക് മാറും. ജനങ്ങൾ ഓടി വരാൻ തുടങ്ങും. കർത്താവേ, ഞായറാഴ്ചത്തെ 3 മണിക്കൂർ ബന്ധനങ്ങളെല്ലാം പോട്ടെ. സ്വോത്രം, 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 സ്വോത്രം. ദഗന ശകന ദിഗന രഗല രഗജ രബന ഹദന റിഗന രഗന. ദിനംപ്രതി 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 കദീര വാന ബൗഷ രബനെ ഹത്ത് റിഗജം രഗനം ദഗനം രഗജം. ആമേൻ, 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 ആമേൻ. ജുഡപാര ഹംത രഗജ രബല ഹദന റിഗന. പിതാവേ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കട്ടെ. എനിക്ക് കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ: 1, അകലങ്ങളില്ലാത്ത സഭ; 2, ഒരുമനപ്പെടുന്ന സഭ; 3, പങ്കുവയ്ക്കുന്ന സഭ. മുട്ടുള്ളവനില്ലാത്ത പോലെ, ഗ്രാബിങ് അല്ല, ഷെയറിങ് ആറ്റിറ്റ്യൂഡ്. ഷെയറിങ് ചർച്ച ഉണ്ടാകണമെങ്കിൽ ഷെയറിങ് ബിലീവേഴ്സ് ഉണ്ടാകണം. നമുക്ക് മാറ്റം ഉണ്ടാകും. നമ്മൾ സഭ മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ മാറിയ സഭയ്ക്ക് മാറ്റം ഉണ്ടാകും. സഭ മാറാനല്ല പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ഗ്രാബിങ് എല്ലാം മാറി. പ്രിയരെ, ആത്മാവിൻ്റെ ഉണർവുണ്ടായപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ദിനംപ്രതി കൂട്ടായ്മയുണ്ടായി. ഞായറാഴ്ച ചിട്ടപ്പെടുത്തി ആരാനൊക്കെ അപ്പുറത്തേക്ക് നിർത്താൻ കഴിയാത്ത കൂട്ടായ്മകളിലേക്ക് മാറും. കൊതിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിലെ
അനുഭവം പോൽ അതിശയം. ചേർത്ത് പാടിക്കേ. അമിതബലം തരണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജോലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുക. കൃപകളും വരങ്ങളും ജോലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുക. മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുക. മഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുക. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുക, ഞങ്ങൾ സാധാന്യ ശക്തിയെ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുക, ഞങ്ങൾ സാധാന്യ ശക്തിയെ ലയിച്ചിടുക. ധീരതയോടു നീ സേവ ചെയ്ത അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നീ സേവ ചെയ്ത അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ. ആദ്യ നൂറ്റാണ്ടിലേക്ക് മടങ്ങി വരാം. ഉണർവെന്ന് പറയുന്നത് ഒരിക്കലും നവീകരണമല്ല. ഉണർവെന്ന് പറയുന്നത് പൂർവീകരണമാണ്. എന്തിലേക്ക് മടങ്ങിപ്പോകലാണ്? ആദ്യ നൂറ്റാണ്ടിലെ സഭയിലേക്കുള്ള അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഉണർവ്. അപ്പോൾ ആദ്യ സഭയിൽ ഉണർവുണ്ടായി. ഒന്ന്, അവിടെ ചിട്ടകളെല്ലാം പൊട്ടി, പൊതുവിഞ്ഞ് കുടിച്ചു. ചിട്ടകൾക്കപ്പുറത്തേക്ക്, നമ്മൾ ക്രമീകരിച്ച ചിട്ടവട്ടങ്ങൾക്കപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് അവരെ എടുത്തെറിഞ്ഞു. അവിടെ മുഴുവൻ ആ മുൻവിധികളെ മാറ്റിക്കൊണ്ട് ദൈവാത്മാവ് പ്രവർത്തിച്ചു. 2, അതുണ്ടായപ്പോൾ ഒരുമനപ്പെടാൻ തുടങ്ങി. 3, അവരുടെ അകലങ്ങളെല്ലാം കുറഞ്ഞവർ കൂടി വരാൻ തുടങ്ങി. 4, ആഴ്ചയിൽ ഒരു ദിവസത്തെ പരിപാടി മാറ്റി ദിനംപ്രതി ദേവാലയം അവരുടെ മുഖ്യ വിഷയമായിട്ടുണ്ട്. ദിനംപ്രതി ദേവാലയം. എൻ്റെ ആലയം എന്തെന്നറിയപ്പെടണം?
പ്രാർത്ഥനാലയം. 3 ഫിലോസഫികൾക്കകത്ത് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ എക്കാലത്തെയും ഒരു ഫിലോസഫി. 1, നിൻ്റേത് ഞാൻ എങ്ങനെ എൻ്റേതാക്കും. 2, നിൻ്റേത് എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേത് ഞാൻ നിനക്ക് തരത്തില്ല, എൻ്റേത് എനിക്ക് മാത്രം. പക്ഷെ ആ 2 ഫിലോസഫിയും പൊളിച്ചിട്ട് പുതിയൊരു കാഴ്ചപ്പാടുണ്ടായി. എൻ്റേത് നിനക്ക് വേണ്ടി കൂടാണ്. പങ്കുവയ്ക്കുന്ന 1-ാം നൂറ്റാണ്ട്, പങ്കുവയ്ക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭയെപ്പോലെ ഒരു മടങ്ങി വരവിന് വേണ്ടി, ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ചിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറ, ഗ്രാബിങ് നേച്ചർ മാറി ഷെയറിങ് നേച്ചർ. പങ്കുവയ്ക്കുന്ന സഭ. ആ സ്വപ്നം നെഞ്ചിലേറ്റാൻ, ഹൃദയത്തിലേറ്റാൻ താല്പര്യമുള്ളവരൊക്കെ കര ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ച്. എ ഷെയറിങ് കമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് വാട്ട് ഈസ് ചർച്ച്. എൻ്റേത് നിനക്കൂടാ, എനിക്ക് കർത്താവ് തന്നത് നിനക്കൂടാ. 1-ാം തീയതി ഞാൻ മേടിച്ച ശമ്പളം നിനക്കൂടാ, എൻ്റെ കുഞ്ഞ് അയച്ചു തന്നത് നിനക്കൂടാ, എനിക്ക് കിട്ടിയത് നിനക്കൂടാ. കുഞ്ഞ്, നിന്നെ കൂടെ ഉത്തരവാദിത്തം എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി കൂടെ എന്നെ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് വേണ്ടി കൂടെ എന്നെ തമ്പുരാൻ ഒരു നിയോഗം തന്നിട്ടുണ്ട്. എൻ്റേത് നിനക്ക് വേണ്ടി കൂടെ പങ്കുവയ്ക്കുന്ന സമൂഹമായി. കർത്താവെ, 1-ാം നൂറ്റാണ്ടിലെ സഭയെപ്പോലെ പങ്കുവയ്ക്കുന്ന സമൂഹം, സ്നേഹത്തിൻ്റെ സമൂഹം, അകലങ്ങളില്ലാത്ത സമൂഹം, സ്നേഹമുള്ള സമൂഹം. കർത്താവെ,